നമസ്കാരം. വളരെ പ്രാധാന്യമുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈപ്പോഗ്ലൈസീമിയ, അതായത് ബ്ലഡ് ഷുഗർ കുറഞ്ഞു പോകുന്നതിനെ പറ്റിയാണ്. അപ്പോൾ ബ്ലഡ് എത്രയിൽ താഴെ ബ്ലഡ് ഷുഗർ താഴ്ന്നാലാണ് നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലഡ് ഷുഗർ 70-ന് താഴെയാണെങ്കിലാണ് നമ്മൾക്ക് ഷുഗർ കുറഞ്ഞു പോയി എന്ന് നമ്മൾ പറയുന്നത്. അതിൽ തന്നെ 54-ൽ താഴെയാണെങ്കിൽ നമ്മൾക്ക് സിവിയർ ഹൈപ്പോഗ്ലൈസീമിയ, അതായത് ശക്തി കൂടിയ സീരിയസ് ആയിട്ടുള്ള ഹൈപ്പോഗ്ലൈസീമിയ, അതാണ് 54-ൽ താഴെ ഗ്ലൂക്കോസ് താഴ്ന്നാലുള്ള അവസ്ഥ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ഹൈപ്പോഗ്ലൈസീമിയ വരുന്നത്? ഹൈപ്പോഗ്ലൈസീമിയ ആരൊക്കെയാണ് നമ്മൾ വരുമോ എന്ന് ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, സൾഫോനിലൂരിയ എന്ന ക്ലാസ്സിലുള്ള മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർക്ക് ഷുഗർ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാർക്ക് ഷുഗർ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിക്കുന്നവർ നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണേണ്ടതാണ്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയൊക്കെയാണ് ഷുഗർ കുറഞ്ഞു പോകുന്നത്? നമ്മൾ ഇൻസുലിൻ എടുത്തു, ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചില്ല, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഷുഗർ കുറഞ്ഞു പോകും. നമ്മുടെ അബദ്ധവശാൽ നമ്മൾ കൂടുതൽ യൂണിറ്റ്സ് എടുത്തു, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ മരുന്ന് കഴിച്ചു പോയി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഷുഗർ കുറയും. പിന്നെ നമ്മൾ പതിവിന് വിപരീതമായി നമ്മൾ വിഗറസ് ആയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിലും ഒക്കെ നമ്മുടെ ഷുഗർ കുറഞ്ഞു പോകുന്നതാണ്. പിന്നെ നമ്മൾക്ക് വല്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതായത് നമ്മൾക്ക് ഛർദിലോ വയറിളക്കോ ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലും നമ്മൾക്ക് ഷുഗർ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളുടെ ഹൈപ്പോഗ്ലൈസീമിയയുടെ ലക്ഷണങ്ങൾ? അപ്പോൾ ലക്ഷണങ്ങളിൽ ആദ്യത്തെ ലക്ഷണം എന്ന് വെച്ചാൽ നമ്മൾക്ക് വല്ലാതെ വേർക്കാനായിട്ട് തുടങ്ങും, വല്ലാതെ വിശക്കാനായിട്ട് തുടങ്ങും, നമ്മൾക്ക് പരവേശം പോലെ തോന്നും, നമ്മളുടെ ഹാർട്ട് ഇടിക്കുന്നത് പോലെ തോന്നും, നമ്മൾക്ക് വിളർച്ച വരും, നമ്മൾക്ക് അത്ര സുഖമില്ലാത്തതുപോലെ തോന്നും, വല്ലാതെ ഉറക്കം വരും, നമ്മളുടെ കോൺസെൻട്രേഷൻ നശിക്കും, കാഴ്ച മങ്ങും. ഇതൊക്കെയാണ് നമ്മളുടെ ഹൈപ്പോഗ്ലൈസീമിയയുടെ സാധാരണയായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ. പിന്നെ നമ്മൾ അറിയാതെ നമ്മളുടെ ഷുഗർ രാത്രി കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചില ലക്ഷണങ്ങൾ രാവിലെ ഉണ്ടാവും. അതായത് രാവിലെ എണീക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, ചിലപ്പോൾ തലവേദന ഉണ്ടാവും, നമ്മൾ ചിലപ്പോൾ ദുസ്വപ്നങ്ങൾ കാണും, അല്ലെങ്കിൽ നമ്മളുടെ ബെഡ് വല്ലാതെ വേർത്തിട്ട് നമ്മുടെ ബെഡും ബെഡ്ഷീറ്റൊക്കെ നനഞ്ഞിരിക്കും. കുട്ടികളാണെങ്കിൽ രാത്രി അറിയാതെ മൂത്രമൊഴിക്കും. ഇതൊക്കെ നമ്മൾക്ക് ഹൈപ്പോഗ്ലൈസീമിയ രാത്രി വന്നാലുള്ള ലക്ഷണങ്ങളാണ്, നമ്മൾ അറിയാതെ പോവുകയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഹൈപ്പോഗ്ലൈസീമിയയുടെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇനി ഹൈപ്പോഗ്ലൈസീമിയ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നമ്മളുടെ ഷുഗർ 70-ൽ താഴെയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ 3 ടീസ്പൂൺ ഗ്ലൂക്കോൺ-ഡി വെള്ളത്തിൽ കലക്കി കഴിക്കേണ്ടതാണ്. ഗ്ലൂക്കോൺ-ഡി ഇല്ലെങ്കിൽ പഞ്ചസാര കഴിച്ചാലും മതി. പക്ഷേ കുറേ ആൾക്കാർക്ക് സ്വീറ്റ്സ് കഴിക്കുന്ന ടെൻഡൻസി ഉണ്ട്, മഞ്ച്, കിറ്റ്കാറ്റ് അതുപോലത്തെ സാധനങ്ങൾ കഴിക്കുന്ന ടെൻഡൻസി ഉണ്ട്. പക്ഷേ നമ്മൾക്ക് ഷുഗർ കുറഞ്ഞു പോയാൽ അതല്ല കഴിക്കേണ്ടത്. കാരണം അതിനകത്തൊക്കെ കൊഴുപ്പുണ്ട്. കൊഴുപ്പുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഗ്ലൂക്കോസ് പെട്ടെന്ന് നമ്മളുടെ ബ്ലഡിലേക്ക് എത്തില്ല. കൊഴുപ്പ് കാരണം വളരെ പതിയെ അതിനകത്തുള്ള ഗ്ലൂക്കോസ് കൂടുകയുള്ളൂ നമ്മുടെ ബ്ലഡിലുള്ളത്. അതുകൊണ്ട് നമ്മൾക്ക് ഇതുപോലത്തെ അവസ്ഥ വരുമ്പം പ്യുവറായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ സാധനങ്ങളാണ് കഴിക്കേണ്ടത്. ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഗ്ലൂക്കോൺ-ഡി, അല്ലെങ്കിൽ നമ്മൾക്ക് ഫ്രഷ് ജ്യൂസ് കാർട്ടണിൽ കിട്ടും 200 ml ഉള്ളത്, അത് കുടിച്ചാലും ഓക്കെയാണ്. ഇനി ആൾക്ക് ബോധമില്ല, അങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ നമ്മൾക്ക് ജ്യൂസ് കുടിപ്പിക്കാനോ ഭക്ഷണം കഴിപ്പിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഗ്ലൂക്കോൺ-ഡി പൗഡറാണ്, കുറച്ച് വെള്ളം ഗ്ലൂക്കോൺ-ഡി ആയിട്ട് മിക്സ് ചെയ്ത് അത് ചെറിയൊരു പേസ്റ്റ് ആക്കിയിട്ട് അത് ചുണ്ടിൻ്റെ അടിയിൽ തേച്ച് കൊടുക്കുക. ഹോസ്പിറ്റലിലേക്ക് എന്തായാലും കൊണ്ടുപോകണം, പക്ഷേ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട വഴിയാണ് ഇത് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പം നമ്മളുടെ ആ ഒരു മ്യൂക്കോസൽ മെംബ്രെയിനിൽ നിന്ന് കുറച്ച് ഗ്ലൂക്കോസ് അബ്സോർബായി ബ്ലഡ് ഷുഗർ കൂടും. ബോധം കെട്ട് കിടക്കുന്ന ഒരാൾക്കും നമ്മൾ ജ്യൂസ് കുടിപ്പിക്കാനോ ഗ്ലൂക്കോൺ-ഡി പൗഡർ കൊടുക്കാനോ നോക്കരുത്. ഇനി ടൈപ്പ് 1 പ്രമേഹമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾക്ക് ഷുഗർ കുറഞ്ഞു പോയാൽ നമ്മൾക്ക് ഷുഗർ കൂട്ടാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോഗോൺ എന്നൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. അത് കുട്ടിക്ക് ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയാണ്, ഗ്ലൂക്കോസ് കുടിക്കുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുട്ടിയെ ചരിച്ച് കിടത്തി ഗ്ലൂക്കോഗൺ എന്നുള്ള ഇഞ്ചക്ഷൻ കുത്തി വയ്ക്കാൻ പറ്റും. ഇൻസുലിൻ കുത്തുന്നത് പോലെ തന്നെയാണ് അത് കുത്തുന്നത്. പക്ഷേ അത് കുത്തി കഴിയുമ്പം കുട്ടി ചെറുതായിട്ട് ഛർദ്ദിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ചരിച്ച് കിടത്തിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഗ്ലൂക്കോൺ-ഡി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീരുന്നില്ല. ഗ്ലൂക്കോൺ-ഡി നമ്മൾ കൊടുത്തു, അതിനൊരു 15 മിനിറ്റിന് ശേഷം നമ്മൾ വീണ്ടും ഷുഗർ ചെക്ക് ചെയ്യണം. രണ്ടാമത് ചെക്ക് ചെയ്യുമ്പോഴും 70-ൽ താഴെയാണെങ്കിൽ ഒന്നും കൂടെ 3 ടീസ്പൂൺ ഗ്ലൂക്കോൺ-ഡി കൊടുക്കേണ്ടതാണ്. രണ്ടാമത് ചെക്ക് ചെയ്യുമ്പോൾ 70-നും 120-നും ഇടയ്ക്കാണ് നമ്മളുടെ ഷുഗറെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ സാധനം കഴിക്കാനായിട്ട് കൊടുക്കേണ്ടതാണ്. രണ്ടാമത് ചെക്ക് ചെയ്യുമ്പോൾ 120-ന് മേളിലാണെങ്കിൽ ആൾ സേഫാണ്, നമ്മൾക്ക് വെറുതെ വിടാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ.